ഹായ്. ഞാനിപ്പം മേറ്ററുമായിട്ട് നമ്മുടെ ഒരു ബാറ്ററി വർക്ക്ഷോപ്പിലാണുള്ളത്. മേറ്ററിൻ്റെ ബാറ്ററി നമുക്കിട്ട് പണി തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ട്രിപ്പുകളൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വന്നിരുന്നത്. 12 വോൾട്ട് 8 ആയിഷിൻ്റെ. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആംറോണിൻ്റെ APBT-Z9R എന്ന് പറയുന്ന ബാറ്ററിയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി മാത്രമല്ല, ഒരുപാട് ബാറ്ററീസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ബാറ്ററി വോൾട്ടേജ് ചാർജിങ്ങിൽ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് 14 കാണിക്കുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിലും 14 വോൾട്ടെങ്കിലും മിനിമം ചാർജിങ് വോൾട്ടേജ് കാണിക്കണം. ആമറോൺ ബാറ്ററിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ ക്രാങ്കിങ് പവർ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറോ മെയിൻ്റനൻസ് മതിയാവും. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ലൈഫും ഉണ്ട്. വൈബ്രേഷൻ റെസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ റിസർവ് കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. ഹീറ്റ് ടോളറൻസും ബെറ്ററാണ്. ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിൽ ഈ ബാറ്ററീസ് അവൈലബിൾ ആണ്. പവർ സോണിൻ്റെ വരുമ്പോൾ 2000 റേഞ്ചിലും, അതുപോലെ തന്നെ SF സോണിക്ക്, ടാറ്റ ഗ്രീൻ, ആമറോൺ ഒക്കെ 2300 2500 റേഞ്ചിലുമാണ് വരുന്നത്. എക്സൈഡിൻ്റെ പഴയ ബാറ്ററി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ലോഡ് കൊടുക്കുമ്പോൾ കണ്ടോ 9 വോൾട്ടായിട്ട് വരുന്നത്.